5:6. സമയം തക്കത്തിന് ഉപയോഗിച്ചുകൊണ്ട് പുറത്തുള്ളവരോട് ജ്ഞാനത്തോട് പെരുമാറുവിൻ. ഓരോരുത്തരോടും നിങ്ങൾ എങ്ങനെ ഉത്തരം പറയണം എന്ന് അറിയേണ്ടതിന് നിങ്ങളുടെ വാക്ക് എപ്പോഴും കൃപയോട് കൂടിയതിനും ഉപ്പിനാൽ രുചിയേറിയതും ആയിരിക്കട്ടെ. ഹല്ലേലൂയ. സമയം തക്കത്തിന് ഉപയോഗിക്കുക. ഇന്ന് നമുക്ക് ഈ ലഭിച്ചിരിക്കുന്ന സമയം ഇനി അത് ലഭിക്കത്തില്ല. അതുകൊണ്ട് ഓരോ നിമിഷവും കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന സമയം നമ്മൾ തക്കത്തിന് കർത്താവിന് ഹിതമാവണ്ണം നമ്മൾ കിട്ടുന്ന സമയം നമ്മൾ ഉപയോഗിക്കണം. വെറുതെ നമ്മുടെ സമയം നമ്മൾ പാഴാക്കി കളയരുത്. ഇന്ന് ഈ ഓരോ നിമിഷവും എത്ര വിലപ്പെട്ടതാണെന്ന് നമ്മൾ തിരിച്ചറിയണം. ആ വിലപ്പെട്ട ഓരോ നിമിഷവും നമ്മൾ ഏറ്റവും പ്രയോജനമായി ദൈവരാജ്യത്തിനും ദൈവത്തിനും സമൂഹത്തിനും കൊള്ളാവുന്ന പ്രവൃത്തി ചെയ്ത് ജീവിപ്പാൻ നമ്മൾ ഉത്സാഹിക്കണം. ജ്ഞാനത്തോട് പെരുമാറണം. പുറത്തുള്ളവരോട് നമ്മൾ ജ്ഞാനത്തോടെ ഈ ലോകത്തിൽ നമ്മൾ ആയിരിക്കുമ്പോൾ നമ്മൾ കണ്ടുമുട്ടുന്ന പല വ്യക്തികളുണ്ട്, പല സാഹചര്യങ്ങളുണ്ട്. എന്നാൽ നമ്മൾ ഓർക്കണം, നമ്മൾ എവിടെ ആയിരുന്നാലും നമ്മൾ ജ്ഞാനത്തോടെ പെരുമാറുവാൻ ദൈവത്തിന്റെ പരിജ്ഞാനം നമുക്ക് ദൈവം തന്നിട്ടുണ്ട്. ആ പരിജ്ഞാനത്തിൽ നമ്മൾ സംസാരിപ്പാനും പ്രവർത്തിപ്പാനും നമുക്ക് കഴിയണം. നമ്മൾ കർത്താവ് നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുന്നു, നമുക്ക് അതിന് കഴിയും. നമ്മുടെ സാഹചര്യം നമ്മളുടെ ജ്ഞാനെന്ന ഭാവത്തെ മാറ്റി വെക്കുമ്പോൾ നമ്മളിൽ ക്രിസ്തുവിന്റെ സ്നേഹം നമ്മളിലൂടെ വെളിപ്പെടുവാനായി തുടങ്ങും. നമ്മളുടെ ജ്ഞാനമല്ല, ദൈവത്തിന്റെ ജ്ഞാനം നമ്മളിലൂടെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനായിട്ട് കഴിയും. അതുകൊണ്ട് വചനത്തിൽ പറയുന്നത് ജ്ഞാനത്തോടെ പെരുമാറുവിൻ. നമ്മുടെ പെരുമാറ്റം ജ്ഞാനത്തോടു കൂടി ആയിരിക്കണം. മറ്റുള്ളവർക്ക് മാതൃകയുള്ളവരായിരിക്കണം. നമ്മുടെ ഓരോ വാക്കും പെരുമാറ്റവും മാതൃകയുള്ളതായിരിക്കണം. നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ വചനത്തിൽ ഇവിടെ അതിന് തൊട്ടു താഴെ പറയുന്നു, ഏറ്റവും കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചിയേറിയതുമായിരിക്കണം. നമ്മുടെ ഓരോ സംസാരവും ഏറ്റവും കൃപയോട് കൂടിയതായിരിക്കണം. മറ്റുള്ളവർക്ക് ആശ്വാസം നൽകുന്നത്, ഉപ്പിനാൽ രുചിയേറിയത്. ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ അതിൽ ഉപ്പ് കുറവാണെങ്കിൽ അല്ലെങ്കിൽ ഉപ്പില്ലെങ്കിൽ അതിൻ്റെതായ വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെയാ നമ്മുടെ സംസാരത്തിൽ ഉപ്പിൻ്റെതായത്, അതായത് ഏറ്റവും മധുരമായത്, ഏറ്റവും രുചികരമായത്, ഏറ്റവും മറ്റുള്ളവർക്ക് ആശ്വാസം നൽകുന്നതായ വാക്കുകൾ നമ്മളിലൂടെ പുറപ്പെടാനായിട്ട് തുടങ്ങണം. മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ, മറ്റുള്ളവരോട് ഇടപെടുമ്പോൾ ഏറ്റവും ജ്ഞാനത്തോടെയും പരിജ്ഞാനത്തോടെ ഇടപെടുവാനും, ഏത് സാഹചര്യത്തിൽ നിൽക്കുമ്പോഴും, ചിലപ്പോൾ നമ്മൾ ജീവിതത്തിൽ ഈ ലോകത്തെ ജീവിതത്തിൽ നമ്മൾ പല സാഹചര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴും കർത്താവിൽ നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അവന്റെ ജ്ഞാനത്താൽ നമ്മളെ നിറയ്ക്കും. ക്രിസ്തുവിന്റെ പരിജ്ഞാനം നമ്മുടെ മേൽ പകർന്നു തന്നിട്ടുണ്ട്. ആ പരിജ്ഞാനത്തിൽ നമുക്ക് ജീവിക്കാനും മറ്റുള്ളവർക്ക് ആശ്വാസം കൊടുക്കുവാനും മറ്റുള്ളവർക്ക് സമാധാനം കൊടുക്കുവാനും നമ്മളെ ഓരോരുത്തരെയും കർത്താവ് വിളിച്ച് തെരഞ്ഞെടുത്തിരിക്കുക. ആയിരിക്കുന്ന സാഹചര്യത്തിൽ, ആയിരിക്കുന്ന മേഖലയിൽ നമ്മൾ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരാകുവാൻ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. യേശുവേ, ഞങ്ങൾ അപ്പന്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ തന്നെ ഏൽപ്പിക്കുമ്പോൾ, ഹല്ലേലൂയ കർത്താവേ, ഞങ്ങളുടെ ഓരോ മക്കളും ഞങ്ങൾ ഓരോരുത്തരും കർത്താവേ ദൈവരാജ്യത്തിന് പ്രയോജനമുള്ളവരായി, സമൂഹത്തിന് പ്രയോജനമുള്ളവരാക്കി അപ്പ ഞങ്ങളെ നീ തീർക്കണം. നിന്റെ ജ്ഞാനത്താൽ, നിന്റെ പരിജ്ഞാനത്താൽ ഞങ്ങളെ നിറയ്ക്കണം നാഥ. അതിനായി ഞങ്ങളെ തന്നെ ഏൽപ്പിക്കുമ്പോൾ ഞങ്ങളുടെ വാക്കുകൾ കർത്താവേ നിനക്ക് ഹിതമായത് വാക്കുകൾ മാത്രം സംസാരിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. വേണ്ടാത്ത ഒരു വാക്ക് ഞങ്ങളുടെ നാവിൽ നിന്ന് വരുവാൻ, മറ്റുള്ളവർക്ക് ആശ്വാസം കൊടുക്കുന്നവരായി, മറ്റുള്ളവർക്ക് സമാധാനം കൊടുക്കുന്നവരായി ഞങ്ങൾ ഓരോരുത്തരും നീ തീർക്കണം കർത്താവ്. ഞങ്ങളെ ഓരോരുത്തരും നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു നാഥ. ഞങ്ങൾ ഓരോരുത്തരും നിന്റെ കരങ്ങളെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ അപ്പാ നീ അത്ഭുതം ചെയ്തിരിക്കാൻ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.